ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് സോളോ ട്രിപ്പ് ടു ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ബസ് 7 മണിക്കാണ്. ഇപ്പോൾ 6:35 ആയി. എനിക്ക് താഴെപ്പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം പോകണം. അപ്പോൾ റീസൺ എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്. പെട്ടെന്നുണ്ടായ ഒരു യാത്ര തന്നെയായിരുന്നു ഈ ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറയുന്നത്. അതിന് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുറേ നാളായിട്ട് ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മളൊരു വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ വീട്ടിലായിരിക്കും അല്ലേ. അങ്ങനെ എൻ്റെ കൂടെ ചൈൽഡ്ഹുഡ് തൊട്ടേ ഒന്നിച്ചുണ്ടായിരുന്ന, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും വളർന്നതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു. സോ എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രദ്ധ. അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയത്. പിന്നെ ഒരു ക്യൂരിയോസിറ്റി, ജസ്റ്റ് ഒരു സ്ഥലമൊക്കെ കാണാം, എക്സ്പ്ലോർ ചെയ്യാം. അവളിപ്പോൾ ആക്ച്വലി അവളുടെ സെറ്റിൽഡാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഒന്ന് കാണാൻ പോവാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവിടെ ചെന്ന് ഒരു പ്ലോട്ട് കണ്ടു. ആ പ്ലോട്ട് എന്ന് പറയുന്നത് ശ്രദ്ധയുടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഒരു റെസിഡൻസി ഏരിയയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ അപ്പുറം ഇപ്പുറമായിട്ട് അവളും അവളുടെ കസിൻസ് കൂടി ചേർന്നിട്ട് ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു. 3 ദിവസത്തോളം ഞാനവിടെ നിന്നു. ആ 3 ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പല പല കാഴ്ചകൾ കാണാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. കാര്യം പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, എസ്പെഷ്യലി ഒരു സോളോ ട്രിപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചും കൂടി ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഒന്ന് കാണണം, പോയി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. എന്നാലും നമ്മൾ അത്യാവശ്യം അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ദിവസം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഡേ മാത്രമേ നമ്മൾ കുറച്ചൊന്ന് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ നടന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഫിനിക്സ് മോളിലായിരുന്നു. ഫിനിക്സ് മോളിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. ഞാൻ ആക്ച്വലി ഒരു വെസ്റ്റേൺ വിയർ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു തണുപ്പ് കൂടുതലാണ്, പക്ഷെ എന്നാലും ഒരു ലൈറ്റ് ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. എന്നാലും തണുപ്പാണ് അവിടെ കൂടുതൽ. എനിക്ക് പെട്ടെന്ന് ഈ ക്ലൈമറ്റ് ഇഷ്യൂസ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു വെസ്റ്റേൺ വിയർ തന്നെയായിരുന്നു ഇട്ടുന്നത്. ജീൻസ് ആകുമ്പോൾ കുറച്ചുകൂടി കവേർഡ് ആയിക്കോല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയി. നമ്മൾ രാവിലെ ഒരു 7 മണി 8 മണി ആ സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു അപ്പമൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്കൊരു ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പായി തുടങ്ങി. എനിക്ക് പൊതുവേ ക്ലൈമറ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലൈമറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോലും ഞാൻ കേരളത്തിന് പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് മറ്റേ മെട്രോയിൽ നമുക്ക് സാധാരണ ടിക്കറ്റ് അല്ലേ കിട്ടുന്നത്, കോയിൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ആ കോയിൻ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നതാണ്. മെട്രോയിൽ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ഡള്ളാണ്, ബിക്കോസ് ഞാൻ അന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദിവസമായിട്ട് നല്ല ഓട്ടത്തിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്തേക്ക് പോകാം എന്നുള്ളത് പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയതുകൊണ്ട് ഒന്നും കെയർ ചെയ്യാതെയാണ് പലപ്പോഴും ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഫേസ് ഇത്തിരി ഡള്ളായിട്ടും പ്രായമൊക്കെ ഉള്ളതായിട്ട് തോന്നാം, പക്ഷേ ഇറ്റ്സ് കോമൺ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മക്ഡൊണാൾഡ്സിലാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി ഫുഡിൻ്റെ കാര്യത്തിലൊരു വിഷയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് കൂടുതലും എനിക്ക് കേരളത്തിലെ ഫുഡ്സിനോടാണ് കൂടുതലും താല്പര്യം. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൂടുതലും ജങ്ക് ഫുഡ്സ് തന്നെയാണ് കഴിക്കുക, ഓർഡർ ചെയ്യുകയൊക്കെ. ഇതിപ്പോൾ അവൾ കഫേ കോഫി ഡേ കാണിച്ചു തന്നതാണ്, ഇവിടെ കഫേ കോഫി ഡേ എന്നുള്ളത്. അങ്ങനെ എന്താ പോകുന്നു, നടന്ന് പോകുന്ന ശ്രദ്ധ മേഡം. ഇവിടുന്ന് കുറച്ചുകൂടെ നടന്ന് റൈറ്റ് തിരിഞ്ഞാൽ അവരുടെ റെസിഡൻസിയിലോട്ട് കയറും. പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ പോകും. ഇത് മാടാങ്കളാണ്. എന്നെ മാടാക്കാനായിട്ട് എന്നെ മാടാക്കാൻ അവൾ മാടാങ്കൾ വാങ്ങി തന്നു. റെഡി? ഹലോ ഗൈസ്, സോറി ഗൈസ്. അപ്പോൾ സമയം എത്രയായി? ഓക്കെ, 9 മണി ആയിട്ടുണ്ട്. അതിവിടുത്തെ ഒരു വട്ടം ശ്രദ്ധ മേഡം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം മിസ് മാച്ച്ഡ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുക. നെറ്റ്ഫ്ലിക്സിലുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റും ഗൈസ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വേറെ നോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ അല്ലാതെ നോയ്സ് മാത്രമേ ഉള്ളൂ. വെട്ട മാറ്റി കളിക്കുന്ന ശ്രദ്ധയാണ്. കൊള്ളാം, സെറ്റായിട്ടുണ്ട്. നമ്മൾ സീരീസ് കാണുകയാണ്.
നാളെ നമ്മളെവിടേക്കാണ് പോകുന്നത്? നമ്മൾ പാർക്കിലാണ് പോകുന്നത് ഡിസൈഡ് ചെയ്തായിരുന്നു. എന്തായിരുന്നു, എന്തൊക്കെയോ ഇവിടെ പാർക്കുണ്ട് ഗൈസ്, കുറേ ഇതൊക്കെ. ഇത് ആക്ച്വലി ഇതെന്താണ് വെയിറ്റുണ്ട്, ഗ്ലോവാണോ? സാറ്റലൈറ്റ് തന്നെ. എൻ്റെയൊക്കെ പേര് പണ്ട് EVS പഠിക്കുമ്പോൾ പഠിച്ചത്, ഇപ്പം ഒന്നും ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം കണ്ടിട്ട്. പക്ഷേ ടേസ്റ്റ് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം.